വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാൽമുട്ട് വേദന. നമ്മൾ പലപ്പോഴും അതിനെ വിശേഷിപ്പിക്കുന്നത് തേയ്മാനം എന്നായിരിക്കും. അപ്പോൾ എന്താണ് തേയ്മാനം, അതായത് എന്താണ് ആർത്രൈറ്റിസ്, അത് മുട്ടിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു, അതിൽ ഫിസിയോതെറാപ്പിയിൽ എന്തൊക്കെ എക്സസൈസ് ചെയ്യാം നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഞാൻ കൃഷ്ണപ്രിയ, ഫിസിയോതെറാപ്പിസ്റ്റ്, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ. എന്താണ് തേയ്മാനം അഥവാ എന്താണ് ആർത്രൈറ്റിസ്? ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ്. അതായത് ജോയിൻറ്റിന് അവിടെ എഫക്റ്റ് ആകുമ്പോൾ അവിടെ ഇൻഫ്ലമേഷനും സ്വെല്ലിങ്ങും പെയിനും കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് അനുഭവപ്പെടും. അതേപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സും അവിടെ ഉണ്ടാകുന്നു. ഇത് കാരണം പേഷ്യൻറ്റിന് ഓവറോൾ അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ജോയിൻറ്റിൻ്റെ ഉള്ള മൂവ്മെൻറ്റ് കുറയുകയും ചെയ്യും. നമുക്ക് പല കാരണം കൊണ്ടും തേയ്മാനം ഉണ്ടാവാം. അതായത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് നമുക്ക് തേയ്മാനം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇനി അഥവാ എന്തെങ്കിലും റുമറ്റോയിഡ് കണ്ടീഷൻസ് വഴിയാണ് നമുക്കൊരു തേയ്മാനം ഉണ്ടാവുക, അതായത് ഒരു ആർത്രൈറ്റിസ് വരികയാണെങ്കിൽ നമ്മളതിനെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇനി എന്തെങ്കിലും ഇഞ്ചുറിക്ക് ശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളതിനെ പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് ഡീജനറേറ്റീവ് ആയിട്ട് നമ്മുടെ ജോയിൻസിൻ്റെ ഇടയിൽ കാർട്ടിലേജ് ഡിസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് കാർട്ടിലേജിൽ തേയ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ജോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാൽമുട്ടിൻ്റെ മുട്ടിൽ വരുന്ന ജോയിൻറ്റ്, പിന്നെ ഹിപ്പ് ജോയിൻറ്റ്, വിരലുകളിൽ വരുന്ന ജോയിൻറ്റ്സിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. നീ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നീ ജോയിൻറ്റിൻ്റെ ഇടയിൽ വരുന്ന കാർട്ടിലേജിൽ ഡീജനറേഷൻ സംഭവിക്കണം. ഗ്രാജുവലി ആ കാർട്ടിലേജ് തേഞ്ഞിട്ട് രണ്ട് എല്ലുകൾ തമ്മിൽ റബ്ബിങ് വരുമ്പോഴാണ് പേഷ്യൻ്റ് പെയിനും കാര്യങ്ങളൊക്കെ സിവിയറിറ്റി അനുസരിച്ചിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഫിസിയോതെറാപ്പി നമ്മൾ നോക്കുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസസ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്നതായിരിക്കും നമ്മൾ എക്സസൈസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എക്സസൈസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നീ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ എക്സ്റേയും കാര്യങ്ങളൊക്കെ അസസ് ചെയ്ത് എത്രത്തോളം സിവിയർ ആണ് പേഷ്യൻ്റെ കണ്ടീഷൻ എന്ന് നോക്കിയിട്ട് അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോട്ടോക്കോളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണിത്. പേഷ്യൻ്റ് ലൈങ് പൊസിഷനിലായിരിക്കും. കാലിൻ്റെ തൈസിൻ്റെ അടിയിൽ ഒരു പില്ലോ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് ഉള്ളൊരു പില്ലോ നേരെ തൈസിൻ്റെ അടിയിലാണ് വെക്കുന്നത്, മുട്ടിൻ്റെ അടിയിലല്ല. തൈസിൻ്റെ അടിയിൽ ഒരു പില്ലോ വെച്ചിട്ട് സ്ലോ ആയിട്ട് നീ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കാൻ പറയാം. ഇതൊരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 റിലാക്സ്. സ്ലോ ആയിട്ട് താഴ്ത്തിക്കൊണ്ടുവരാൻ പറയാം. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് നീ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതേപോലെ നമ്മൾ റൈറ്റ് സൈഡിലും ചെയ്ത് കൊടുക്കുക. സ്ലോ ആയിട്ടൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുക. ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. സ്ലോലി താഴോട്ട് താഴ്ത്തിക്കൊണ്ടുവരാം. ഇതൊരു 10 റെപ്പിറ്റീഷൻസ് വരെ പേഷ്യൻറ്റിന് ചെയ്യാവുന്നതാണ്. ഈവൻ ദോ ഒരു സൈഡിൽ മാത്രമേ പെയിൻ ഉള്ളെങ്കിൽ നമുക്ക് 2 സൈഡിലും പേഷ്യൻറ്റിനോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. കാരണം അവിടെ മസ്കുലാർ ഇംബാലൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് കാലിൻ്റെ മുട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ടവലോ ബെഡ്ഷീറ്റോ എന്തെങ്കിലും റോൾ ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് പേഷ്യൻറ്റിനോട് അതൊന്ന് മുട്ട് താഴോട്ട് ആ ടവലിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കാൻ പറയാം. പ്രസ് ചെയ്ത് 1 2 3 4 5 റിലാക്സ്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊടയുടെ ഫ്രണ്ടിൽ വരുന്ന ക്വാഡ്രിസെപ്സ് മസിൽസിന് ഒരു കടച്ചിലും അതേപോലെ തന്നെ ഒരു കൺട്രാക്ഷൻ അവിടെ ഫീൽ ചെയ്യും. അതായത് ആ മസിൽ അവിടെ വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. ഇതും ഒരു 0 to 10 റെപ്പിറ്റീഷൻസ് വരെ ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണിത്. പേഷ്യൻ്റ് ലൈങ് പൊസിഷനിൽ തന്നെ ആയിരിക്കും. കാല് മെല്ലെ പുറത്തോട്ടേക്ക് എടുക്കാൻ പറയാം. സ്ലോ ആയിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് ഓക്കെ. ഇനി ന്യൂട്രലിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഓക്കെ. ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് മൂവ്മെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതും ഒരു 0 to 10 റെപ്പിറ്റീഷൻസ് വരെ പേഷ്യൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ റൈറ്റ് സൈഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് പേഷ്യൻറ്റ് കംപ്ലയിൻറ്റ് പറയുന്നതെങ്കിൽ ഈ സെയിം എക്സസൈസ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും ചെയ്യാവുന്നതാണ്. സ്ലോ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല, തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ ന്യൂട്രലിലേക്കും കൊണ്ടുവരാം. ഓക്കെ. നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. പേഷ്യൻ്റ് ലൈങ് പൊസിഷനിൽ തന്നെയായിരിക്കും. മെല്ലെ ഒന്ന് കാല് ഔട്ട് സൈഡിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. അത് ആംഗിൾ ഒന്ന് പുറത്തോട്ട് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ലോ ആയിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറയാം. ഒരു 30 ഡിഗ്രി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 റിലാക്സ്. മെല്ലെ സ്ലോ ആക്കിയിട്ട് താഴ്ത്തിക്കൊണ്ട്, അതായത് പേഷ്യൻ്റെ കൺട്രോളിൽ തന്നെ ആ മൂവ്മെൻറ്റ് അവിടെ നടക്കണം. ഇതും ഒരു 0 to 10 റെപ്പിറ്റീഷൻസ് വരെ ചെയ്യാം. ഇഫ് ലെഫ്റ്റ് സൈഡിലാണ് പെയിൻ വരുന്നെങ്കിൽ സ്ലോ ആയിട്ട് നമ്മൾ ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 30 ഡിഗ്രി ലിഫ്റ്റ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 റിലാക്സ്.
ഇതും ഒരു 0 to 10 റെപ്പിറ്റേഷൻസ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. അഞ്ചാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണിത്. നമ്മുടെ ഇന്നർ തൈസിലുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടവലോ ബെഡ്ഷീറ്റോ റോൾ ചെയ്തിട്ട് നമ്മുടെ ഇന്നർ തൈസിൻ്റെ ഇടയിൽ വെച്ചിട്ട് പേഷ്യനോട് അത് പ്രസ് ചെയ്ത് പിടിക്കാൻ പറയാം. ഇതൊരു 0 to 5 സെക്കൻഡ്സ് വരെ പേഷ്യനോട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയാം. 1 2 3 4 5. ഓക്കെ, ഈ ഒരു എക്സസൈസ് പേഷ്യനോട് 10 കൗണ്ട്സ് വരെ ചെയ്യാൻ പറയാം. സ്ട്രെങ്തനിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് എക്സസൈസ് ആണ് സ്ട്രെച്ചിങ് എക്സസൈസ്. അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ കാലിന് മുട്ട് മടക്കിയിട്ട് ഓപ്പോസിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗത്ത് നന്നായിട്ടൊരു സ്ട്രെച്ച് കിട്ടും. അതൊരു 10 സെക്കൻഡ്സ് വരെ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഇതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡും ചെയ്യാവുന്നതാണ്. സ്ലോ ആയിട്ട് ബെൻഡ് ചെയ്ത് പിടിക്കുക. ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഓക്കെ, റിലാക്സ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഹാംസ്ട്രിങ്സിന് കിട്ടണം. അതായത് നമ്മുടെ തൊടയുടെ ബാക്കിൽ വരുന്ന മസിൽസിന് വലിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന കാല് ബെഡിൽ നീട്ടി വെക്കുക, ഒരു കാല് ഹാങ് ചെയ്തിടുക. എന്നിട്ട് സ്പൈന് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ നേരെ ഫോർവേഡ് പോയിട്ട് ടച്ച് ചെയ്യാൻ പറയുക. ആ സമയത്ത് നമുക്ക് കാലിൻ്റെ തൊടയുടെ ബാക്കിൽ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. അതൊരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, ഒരു 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തൊടയുടെ ഫ്രണ്ടിൽ വരുന്ന ക്വാഡ്രിസെപ്സ് മസിൽസിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. പേഷ്യൻ്റ് നിൽക്കുമായിരിക്കും, ഈ സമയത്ത് നമ്മൾ കാല് പുറകിലേക്ക് മടക്കിയിട്ട് വലിച്ചു പിടിക്കാൻ പറയാം. ഈ സമയത്ത് കാലിൻ്റെ തൊടയുടെ ഫ്രണ്ടിൽ ഒരു വലിച്ചിൽ വരും. ഇതൊരു 10 സെക്കൻഡ്സെങ്കിലും മിനിമം ഹോൾഡ് ചെയ്യുക, ഒരു 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. റിലാക്സ് ചെയ്ത്. ഏർലി ഡയഗ്നോസിസ് കൊണ്ടും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് റെജീം നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആർത്രൈറ്റിസ് കൊണ്ട് ഉണ്ടാവുന്ന പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കൂടുതൽ സംശയങ്ങൾക്കും വിവരങ്ങൾക്കായിട്ട് താഴെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.